നമ്മൾ ഇന്ന് ഒരാൾക്ക് മാപ്പ് കൊടുത്തതുണ്ടെങ്കിലോ, പടച്ചോനെ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾ നമുക്ക് മാപ്പ് നൽകും. അതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ എല്ലാവരും ജീവിതം വളരെ ചെറുതാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഒരാൾ നമ്മളടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയോ? 5 നേരം നിസ്കരിച്ചിട്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്നോട് ഒരുപാട് ആൾക്കാർ എന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവർക്ക് നീ മാപ്പ് കൊടുക്കണം എന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് അവരെ നശിപ്പിക്കണോ അവരതാക്കണോ എന്നൊരു പ്രാർത്ഥനയല്ല വേണ്ടത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിജയം ഉണ്ടാവും. പക്ഷേ ഈ മാപ്പ് കൊടുക്കുന്നതുണ്ടല്ലോ, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമല്ല. നല്ല ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു മനസ്സുണ്ടാവും മാപ്പ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ ഈ വീഡിയോ ഒന്ന്. ഇന്നലെ മുതൽ സൗദി അറേബ്യയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്ന യഹ്യ എന്ന് പറയുന്ന ബിശ്രി എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ മകൻ ബന്ദറിനെ 10 വർഷങ്ങൾക്ക് മുമ്പ് യാസിർ എന്ന് പറയുന്ന മറ്റൊരു യുവാവും 2 കൂട്ടാളികളും കൂടി ഒരു മൊബൈൽ തട്ടിയെടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു കുറ്റവാളിയായ യാസിർ എന്ന് പറയുന്ന അയാൾക്ക് വധശിക്ഷ കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു? അവർ ആ യാസിറിനാകെ ഒരു ഉമ്മയും പെങ്ങന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല രീതിയിലും അവരുടെ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ഇടപെട്ടു. ഇദ്ദേഹത്തിന് ഭൂമി തരാം, കാറ് തരാം, പൈസ തരാം, പല രീതിയിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുമെങ്കിലും ഇദ്ദേഹം പറഞ്ഞില്ല, എന്റെ മകനെ കൊണ്ട ആൾക്ക് മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഉറച്ചു ഇന്നലെയായിരുന്നു ആ യാസിറിന്റെ വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്നു. അതിന്റെ കൃത്യം 15 മണിക്കൂർ മുമ്പ് ഉച്ചക്ക് ഉറക്കത്തിൽ നേരിട്ടിട്ട് ഇദ്ദേഹം നേരെ സ്വന്തം എടുത്തിട്ട് ആ യാസിറിന്റെ ഉമ്മാന്റെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? അതിന് മുട്ടി നേരെ ഗഹവാണെന്നുണ്ട്. അങ്ങനെ ഗഹവ കുറിച്ചിട്ട് എന്ത് ചെയ്തു? മൂന്നാളാലോചിച്ചിട്ടും അവന്റെ പെങ്ങന്മാരാലോചിച്ചിട്ടും അള്ളാന്റെ വജീന് വേണ്ടി ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു, മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രംഗാണ്. أما ياسر والله اللي اعتقلت في هذا اليوم اللي بسلم لا والله ما تنسى انا اللي بسلم على راسي ഒരു വാർത്ത കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ അവരുടെ ഉമ്മ കാൽമക്ക് വീഴുന്നതും അവരുടെ ഗോത്രത്തിലുള്ള മറ്റുള്ളവർക്ക് ഓടി വന്നിട്ട്, കാരണം എന്തൊക്കെ കൊടുത്തിട്ടും ഓഫർ കൊടുത്തിട്ടും സമ്മതിക്കാത്ത ഒരാൾ 15 മണിക്കൂർ മുമ്പ് വന്നിട്ട് എന്ത് ചെയ്യാൻ യാതൊരു പ്രതിഫലം ആഗ്രഹിക്കാതെ മാപ്പ് കൊടുക്കാന്ന് പറയുമ്പോൾ അവർ കാൽമക്ക് വീഴുന്ന രംഗാണ്. അത് മാത്രമല്ല, പിന്നെ യാസിറിന്റെ ഗോത്രം ഇത് ഇവരറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലാൻഡ് ക്രൂസർ വണ്ടി കൊണ്ടുവന്ന് അവരെ വീട്ടിന്റെ മുമ്പിലിട്ടിട്ട് വെള്ളക്കൊടിയായിട്ട് വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കണം പറഞ്ഞിട്ട് നിൽക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രംഗാണ്. അസീറിലാണ് ഈ സംഭവം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എത്രത്തോളം നല്ലൊരു മനുഷ്യനായിരിക്കുമല്ലോ അത്.